റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. യുഎസിന്റെ പുതിയ താരിഫ് നയവും ഈസ്റ്റർ സമയവും ബാധിച്ചതുമൂലം യുകെയിൽ കാർ ഉൽപാദനം ഏപ്രിൽ മാസത്തിൽ കുത്തനെ കുറഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ വെളിയിൽ വന്നു. കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ ഏപ്രിൽ മാസത്തിൽ ഇത്രയും ഉൽപാദനം കുറഞ്ഞ സമയം കോവിഡ് ലോക്ഡൌൺ സമയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും യുഎസ്, യൂറോപ്യൻ യൂണിയൻ, ഇന്ത്യ എന്നിവിടങ്ങളിലായുള്ള ഇന്ത്യ വ്യാപാര കരാറുകൾ വരാനിരിക്കുന്ന മാസങ്ങളിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പെട്രോൾ കാറുകളിൽ നിന്ന് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുന്നതും ഉൽപാദനം താൽക്കാലികമായി കുറയ്ക്കുന്നതിന് കാരണമായി സൊസൈറ്റി ഫോർ മോട്ടോർ മാനുഫാക്ചേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ഇതേ മാസത്തേക്കാൾ 16% കുറവും മാർച്ച് മാസത്തേക്കാൾ 25% കുറവുമാണ് ഏപ്രിൽ മാസത്തിൽ ഉണ്ടായത്. അതിനു മുമ്പുള്ള ഏറ്റവും കുറഞ്ഞ ഏപ്രിൽ ഉൽപാദനം 1952-ലായിരുന്നു. അന്ന് 53,517 വാഹനങ്ങളാണ് നിർമ്മിച്ചത്. കയറ്റുമതിക്കായുള്ള കാർ ഉൽപാദനത്തിലും 10.1% കുറവ് ഉണ്ടായിട്ടുണ്ട്. യുകെയിലെ ഏറ്റവും വലിയ കയറ്റുമതി വിപണികളായ യുഎസിൽ നിന്നും യൂറോപ്യൻ യൂണിയനിൽ നിന്നുമുള്ള ഡിമാൻഡ് ഇടിഞ്ഞതായി SMT പറഞ്ഞു. 6 മാസം നീണ്ടു നിൽക്കുന്ന പണിമുടക്കിന് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ റെസിഡന്റ് ഡോക്ടർമാർ വോട്ട് ചെയ്യാൻ ഇരിക്കവേ നടപടിക്കെതിരെ വോട്ട് ചെയ്യാൻ ഡോക്ടറോട് അഭ്യർത്ഥിച്ച് ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ്. ദി ടൈംസിൽ ലേഖനം എഴുതിയ മന്ത്രി തുടർച്ചയായ പണിമുടക്കുകളും തടസ്സങ്ങളും ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയെ ഊന്നിപ്പറഞ്ഞു. NHS പുനർനിർമ്മിക്കുന്നതിന് തുടർച്ചയായ സഹകരണവും അദ്ദേഹം ആവശ്യപ്പെട്ടു. സർക്കാർ അംഗീകരിച്ച ശരാശരി ശമ്പള വർധനവ് 5.4% ആയിരുന്നിട്ടും 2008 മുതൽ റെസിഡന്റ് ഡോക്ടർമാരുടെ ശമ്പളം 23% കുറഞ്ഞത്. പണിമുടക്കുവാൻ തീരുമാനിച്ചാൽ ജൂലൈയിൽ ആരംഭിച്ച് 2026 ജനുവരി വരെ ഇത് നീണ്ടു നിൽക്കും. അതേസമയം ശൈത്യകാല പണിമുടക്കുകളുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പേഷ്യന്റ് അസോസിയേഷൻ അഗാധമായ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജയിലുകളിൽ പ്രതികളുടെ എണ്ണത്തിലുള്ള വർധനവിന് പിന്നാലെ 1000-ലധികം ജീവനക്കാരെ നേരത്തെ മോചിപ്പിക്കുമെന്ന് ജസ്റ്റിസ് സെക്രട്ടറി ഏതാനും ദിവസം മുമ്പ് അറിയിച്ചിരുന്നു. എന്നാൽ സർക്കാരിന്റെ ഈ തീരുമാനത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ബ്രിട്ടനിലെ ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥനായ സർ മാർക്ക് റൗളി. ജയിലിലെ തിരക്ക് കുറയ്ക്കുന്നതിനായി തടവുകാരെ നേരത്തെ മോചിപ്പിക്കുന്നു എന്നത് പോലീസിന്റെ ജോലിഭാരം വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. മോചിപ്പിക്കപ്പെട്ട തടവുകാർ വീണ്ടും കുറ്റകൃത്യം ചെയ്യുവാനുള്ള സാധ്യതയാണ് ഇതിന് കാരണമായി അദ്ദേഹം പറയുന്നത്. സർക്കാരിന്റെ പുതിയ നിയമം അനുസരിച്ച് ലൈസൻസ് വ്യവസ്ഥകൾ ലംഘിച്ചതിന് 1 മുതൽ 4 വർഷം വരെ തടവനുഭവിക്കുന്ന കുറ്റവാളികളെ 28 ദിവസത്തിന് ശേഷം വിട്ടയക്കും. എന്നാൽ പോലീസിംഗിൽ അതിന്റെ സ്വാധീനം വിശകലനം ചെയ്യാതെയാണ് ഈ തീരുമാനം എടുത്തിരിക്കുകയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ്. വർഷങ്ങളായി നടപ്പാക്കിയിരുന്ന ചെലവ് ചുരുക്കൽ വെട്ടിക്കുറയ്ക്കലിൽ നിന്ന് കരകയറുവാൻ ബുദ്ധിമുട്ടുന്ന പോലീസ് സേനയെ ഇത് കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്ന് സർ മാർക്ക് റൗളി പറയുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. പ്രതിനിധി സംഘത്തിന്റെ പാനമ സന്ദർശനത്തിനിടെ നടത്തിയ പ്രസംഗത്തെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് മറുപടിയായി ശശി തരൂർ MP തന്റെ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടെന്നും താൻ പറഞ്ഞത് ഭീകരാക്രമണത്തെക്കുറിച്ചാണെന്നും അല്ലാതെ മുൻപ് നടന്ന യുദ്ധങ്ങളെക്കുറിച്ചല്ലെന്നും ശശി തരൂർ Xൽ കുറിച്ചു. വിമർശകരെ എത്തുവാൻ സ്വാഗതം ചെയ്യുന്നതായും ഇനിയും ഒരുപാട് മികച്ച കാര്യങ്ങൾ തനിക്ക് ചെയ്തു തീർക്കുവാനുണ്ടെന്നും തരൂർ പറഞ്ഞു. പാനമയിലെ പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനത്തിനു ശേഷം കൊളംബിയയിലേക്ക് പുറപ്പെടുന്നതിനിടെയാണ് ശശി തരൂർ വിവാദങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയത്. എനിക്ക് ഇതിനൊന്നും സമയമില്ല. നിയന്ത്രണ രേഖയിൽ ഉടനീളം ഇന്ത്യ നടത്തിയ വീരപ്രവൃത്തികളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. എന്റെ വാക്കുകൾക്കെതിരെ ആക്രോശിക്കുന്ന തീവ്ര ചിന്താഗതിക്കാർ അറിയുന്നതിനായി ഇന്ത്യ നേരിട്ട ഭീകരവാദ ആക്രമണങ്ങൾക്ക് നൽകിയ പ്രതികാര നടപടികളെക്കുറിച്ച് മാത്രമാണ് ഞാൻ വ്യക്തമായി സംസാരിച്ചത്. അല്ലാതെ മുൻകാലഘട്ടങ്ങളിൽ സംഭവിച്ച യുദ്ധങ്ങളെക്കുറിച്ചല്ല. അടുത്ത കാലത്തായി നടന്ന ഭീകരാക്രമണങ്ങളെക്കുറിച്ചായിരുന്നു എന്റെ പരാമർശം. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിന്ന് 2 ലഷ്കർ ഇ തൊയ്ബ ഭീകരരെ സുരക്ഷാ സേന പിടികൂടി. പിടിയിലായവർ ഭീകരവാദികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും ഭീകരാക്രമണം നടത്തുവാൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായി സുരക്ഷാ സേന പറയുന്നു. പിടിയിലായവർ ഹൈബ്രിഡ് ഭീകരരാണെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഭീകരരായി പരിശീലനം ലഭിച്ച ശേഷം സാധാരണക്കാരുടെ വേഷത്തിൽ ജീവിക്കുന്നതാണ് ഹൈബ്രിഡ് ഭീകരരുടെ രീതി. അവസരം നോക്കിയിരുന്ന ശേഷം ഭീകരപ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെടും. ചിറക്കൽ റെയിൽവേ സ്റ്റേഷന് തുറന്നു പ്രവർത്തിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് നൽകിയ കത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കോഴിക്കോട്ടെ വെള്ളർക്കാട് സ്റ്റേഷനും ജനങ്ങൾക്ക് വേണ്ടി തുറന്നു പ്രവർത്തിക്കുമെന്ന് കത്തിൽ പറയുന്നു. നൂറ്റാണ്ടുകളുടെ ചരിത്രശേഷിപ്പുകളെ ചിറക്കൽ സ്റ്റേഷൻ നിർത്തലാക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. തിങ്കളാഴ്ച മുതൽ ചിറക്കൽ സ്റ്റേഷൻ അടച്ചുപൂട്ടുമെന്ന് വെള്ളിയാഴ്ചയാണ് കൊമേഴ്ഷ്യൽ മാനേജർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. സ്റ്റേഷനിൽ നിന്ന് ഹാൾട്ട് ഏജന്റ് ടിക്കറ്റ് വിതരണം ചെയ്യുന്നതും വിലക്കി. സ്ഥിരം യാത്രക്കാരുൾപ്പെടെ നിരവധി പേരാണ് റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നത്. ഇനി കായിക വാർത്തകൾ. ഇന്ത്യൻ T20 ടീമിനെ തിരഞ്ഞെടുക്കുന്നതിലും ബുദ്ധിമുട്ടേറിയ ജോലിയാണ് അനുയോജ്യമായ ഓപ്പണിംഗ് ജോഡിയെ കണ്ടെത്തുന്നത്. സെലക്ടർമാർക്ക് വൻ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ഇത്തവണ IPL ഓപ്പണിംഗ് സ്പോട്ടിൽ ഇന്ത്യൻ യുവതാരങ്ങളുടെ താണ്ഡവമാണ്. അടുത്ത വർഷം ആദ്യം ഇന്ത്യയും ശ്രീലങ്കയുമായി നടക്കുന്ന T20 ലോകകപ്പിനുള്ള ടീമിൽ ഏറ്റവും ഇണങ്ങിയ ഓപ്പണിംഗ് ജോഡിയെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വിരമിച്ച ഒടുവിലേക്ക് പ്രകടന മികവുമായി മത്സരിക്കുകയാണ് യുവതാരങ്ങൾ.
നിലവിൽ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ കൂടിയായ മലയാളി താരം സഞ്ജു സാംസൺ, സൺറൈസേഴ്സ് ഹൈദരാബാദ് വെടിക്കെട്ട് ഓപ്പണർ അഭിഷേക് ശർമ്മ എന്നിവരാണ് ഇന്ത്യൻ T20 ടീമിന്റെ ഓപ്പണർമാർ. ഇവർക്കൊപ്പമാണ് ഈ സ്ഥാനത്തേക്ക് ഒരുപടി യുവതാരങ്ങൾ കൂട്ടത്തോടെ അവകാശവാദം ഉന്നയിക്കുന്നത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 115.04 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.